ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ 2 സൈസുള്ള പൊട്ടാറ്റോയും ചെറിയ 2 സൈസുള്ള പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. മൊത്തത്തിൽ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനും കുറച്ച് സമയമൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് സമയം ഇതുപോലെ തണുത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.25 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ചുടുവെള്ളം ഒന്നൊഴിച്ച് കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. നമ്മൾ പഴംപൊരിക്കൊക്കെ റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം സ്പൈസിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടി മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി ഈ പൊട്ടാറ്റോസിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു മൈദ മാവിലൊന്ന് കുടഞ്ഞിട്ടെടുക്കുക. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ചെയ്തെടുക്കൂലേ, ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പുറത്തുള്ള ഒരു കോട്ടിങ് പോലെ ഈ ഒരു പൊട്ടാറ്റോൻ്റെ പുറത്ത് കോട്ടിങ് കാണുമ്പോൾ നല്ലൊരു രസമാണ്. പിന്നെ ഒരുപാട് സമയം ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് തന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്തുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കായി വരുവാണല്ലോ. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ, എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എടുക്കുക. അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.